നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ മഹിളാ കോൺഗ്രസ് സംഘാടകർക്ക് മുന്നിലാണ്. ഇവർ കൊല്ലം കലോത്സവത്തിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മളെ അടുത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. മാഡം പറയൂ. കൊല്ലം ഒരു വലിയ പൂരത്തെ കൗമാരോത്സവത്തെ വരവേൽക്കുമ്പോൾ ഇരു കൈയും നീട്ടിയാണ് മഹിളാ കോൺഗ്രസ് അവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവർക്കൊപ്പമാണ്. കലോത്സവ വേദിയിലെത്തുന്ന കുട്ടികൾക്ക് ആശ്വാസമായി രാവിലെ 8 മണി മുതൽ ഇന്ന് ഇത്രയും നേരം വരെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് നിർത്തുന്നത് വരെ ഞങ്ങൾ വെള്ളം, മൊഹബത്ത് കാ സർബത്ത് എന്ന് പറഞ്ഞ തണ്ണിമത്തൻ ജ്യൂസ് ഉൾപ്പെടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അങ്ങനെ എല്ലാം അവർക്ക് വളരെ നല്ല രീതിയിൽ കൊടുത്തു. അവരോടൊപ്പം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളൊപ്പമുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി മാഡത്തിന് എന്താ പറയാനുള്ളത്? തീർച്ചയായും ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഈ ഒരു കലോത്സവം ഇതൊരു കൊല്ലം പൂരമായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ ആവേശത്തോടെയാണ് ഈ ആശ്രമം മൈതാനത്തിനായാലും കൊല്ലത്തിനായാലും ഓരോ മണൽത്തരി പോലും കുഞ്ഞുങ്ങളെല്ലാം ഹൃദയത്തോടെ സ്വീകരിച്ചിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കട്ടെ, ഏറ്റവും അർഹമായവർക്ക് കപ്പ് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥന. എന്തായിരുന്നാലും ഇവിടെ വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അമ്മമാരാണ്, അവരെല്ലാവരും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നു. ഇന്ന് എത്ര തരം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഇവിടെ? ഇന്ന് 5000-ഓളം പേര് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോയി. ഇനി ചൂട് കൂടി വരികയാണ്. അല്പസമയം കൂടെ കഴിയുമ്പോൾ ഈ വേദികളെല്ലാം വളരെ ജനസാന്ദ്രമായി മാറും. വൈകുന്നേരങ്ങളിൽ ജനസാന്ദ്രമായി മാറുന്ന ഒരു കാഴ്ച കാണാം നമുക്ക്. എങ്കിലും കൊല്ലം എന്നൊരു സ്ഥലം ഇതിന് തിരഞ്ഞെടുത്തതിന് വളരെ സന്തോഷമുണ്ട്. കലോത്സവ വേദികളിൽ പലതും നമ്മൾ കടന്നു പോയവരാണ്. ഈ എല്ലാ കലോത്സവ വേദികളും നമ്മൾ കണ്ടതിൽ നിന്നും കൊല്ലത്ത് വളരെ സൗകര്യമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കലോത്സവങ്ങൾക്ക് മുൻപുള്ള കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ കൊല്ലത്ത് വരുമ്പോൾ കൊല്ലത്തിൻ്റെ മഹിമ എന്താണെന്ന് അവർ കണ്ടുകൊണ്ട് തന്നെ പോകും. ആലപ്പുഴ എന്നൊരു ജില്ലയിൽ നമ്മൾ കലോത്സവ വേദികൾ പോകുന്ന സമയങ്ങളിൽ ഒന്ന് യാത്ര ചെയ്യാൻ പോലും അത്രയും ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, വളരെ ദുരിതം അനുഭവിച്ച ഒരു കലോത്സവ വേദിയായിരുന്നു ആലപ്പുഴ. അതിലൊക്കെ ഉപരി നോക്കിയാൽ നമ്മൾ വളരെ വളരെ ഉയരത്തിൽ ഉച്ചത്തിൽ പറയത്തക്ക രീതിയിൽ കൊല്ലം ഏറ്റവും ബെസ്റ്റ്. മഹിളാ കോൺഗ്രസ് അവരെ സ്വീകരിച്ചു. രാത്രി എത്ര മണി വരെ ഉണ്ടാവും ഈ സ്റ്റാള്? രാത്രി ഞങ്ങൾ കലോത്സവ വേദി കഴിയുന്ന സമയം വരെ ഇവിടെ ഉണ്ടാകാനാണ്. പിന്നെ 6 മണി മുതൽ 9 മണി വരെ നമ്മൾ പ്രധാന വേദിക്കരികിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് വോളണ്ടിയറായിട്ട് മഹിളാ കോൺഗ്രസിൻ്റെ 25ഓളം പേര് വിളമ്പുന്നതിന് ഈ പ്രധാന വേദിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഞങ്ങളുടെ ഒക്കെ ആ ഒരു രീതിയിൽ പറ്റിയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ എന്താണ് ഈ ഒരു 15 വർഷത്തിന് ശേഷം കൊല്ലത്ത് വെച്ച് നമ്മൾ കലോത്സവം നടക്കുമ്പോൾ അതും 14 ജില്ലകളിൽ നിന്ന് 14,000-ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഒരു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു കൊല്ലക്കാരി എന്നുള്ള നിലയിൽ എന്താ തോന്നുന്നത്? ഭയങ്കര അഭിമാനവും അതുപോലെ ഭയങ്കര ആവേശവും ഉണ്ട്. ഒരു വലിയ ഉത്സവം, ഇവിടെ ഒരു വലിയ പൂരം കാണുന്ന ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിൽ ഒരു കൊല്ലം പൂരം എന്നൊക്കെ 2024 തുടക്കം തന്നെ കലോത്സവത്തിലായി പോയി. അതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ്, വളരെ ആത്മാർത്ഥതയോടുകൂടി അവർക്ക് യാതൊരു കുറവുകളും വരാതെ അവർ ഈ ദിവസം 8-ാം തീയതി കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പം തന്നെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് സമയം കഴിഞ്ഞു പോണ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ ഈ കുട്ടികൾ പോകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുന്നു. ഈ കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ വേർതിരിച്ച് കാണുന്നത് ഒരിക്കലും ശരിയല്ല, വാശിയില്ല. പക്ഷേ കൊല്ലമാണ് ഏറ്റവും അർഹമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയിരിക്കും. അല്ല മറ്റേതെങ്കിലും ജില്ലയാണെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ മൊഹബത്ത് കാ സർബത്താണ് ഇവരെ സ്നേഹം. ഇവർ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഒപ്പം സ്നേഹം കൂടെ കലർന്നിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു സ്നേഹം ഈ 14 ജില്ലകളിൽ നിന്ന് വരുന്ന കലാപ്രതിഭകൾ തിരിച്ചു പോകുമ്പോൾ കൊല്ലന്ന് അടിപൊളിയാന്ന് പറയാൻ ഇവരൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി കാണാം.